1-2 ദിനവൃത്താന്തം, ആമുഖം. സാമുവൽ, രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1-2 ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത്. സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം. ഗ്രീക്ക്, ലത്തീൻ പരിഭാഷകളിൽ പാരലിപോമന, വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ സാമുവലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം. പ്രവാസത്തിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് അത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്നു ഭവിച്ചു. ജനത്തിന്റെ അവിശ്വസ്തതയാണ് അതിനെല്ലാം കാരണം. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്നു. ദാവീദ്, സോളമൻ, യഹോഷാഫാത്ത്, ഹെസക്കിയ, ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. രാഷ്ട്രീയമായി പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം, ദേവാലയം, ആരാധനാവിധികൾ എന്നിവയിൽ അധിഷ്ഠിതമായി സാമൂഹിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിന് ശേഷമുള്ള കാലം. യൂദാ ഗോത്രം, ദാവീദിന്റെ വംശം, ലേവ്യർ, ജെറുസലേം നഗരം, ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഒരു ലേവ്യനായിരിക്കാനാണ് സാധ്യത. BC 400 ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്.